ഹലോ, ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വെറൈറ്റി ചിക്കൻ കറിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 കിലോ ചിക്കൻ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അത് സവോള 7-8 സവോള ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് കാണിക്കാൻ എങ്ങനെ അതിൻ്റെ ഉപയോഗമെന്ന്. പിന്നെ ടൊമാറ്റോ 2 എണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം, ഉപ്പ് വേണം, തൈര് വേണം. പിന്നെ പൊടികൾ, ഇതിപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനാവശ്യമായ പൊടികൾ ഞാൻ പറയാം ഇപ്പം എന്നാണെന്ന്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പൊടികൾ ഞാനത് തയ്യാറാക്കുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തൈര്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരാവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഇതൊരു 20 മിനിറ്റ് നേരം ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഞാൻ ഇത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം മാറി വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഇത് ഓയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇനി നമുക്ക് മുളകൊക്കെ ഒന്നായിട്ടുണ്ട്. നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയോ അല്ലെ നിങ്ങൾ പൊടിച്ച് എന്ത് മീറ്റിന് ഉപയോഗിക്കുന്ന മസാലയോ ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ടു ഒന്ന് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. നമ്മൾ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. 2 പച്ചമുളക്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് ചിക്കൻ പുരട്ടി വെച്ചിട്ടുള്ളൂ. പിന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. കാരണം ഈ ടൊമാറ്റോയൊക്കെ ഒന്ന് വഴന്ന് വരണം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു 5 മിനിറ്റ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇനി ഇതിൻ്റെ പൊക്കത്തിലോട്ട് 2-3 സാധനങ്ങളും കൂടി ഇടാനുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 20 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. 10-20 മിനിറ്റ് ആയി ഇപ്പോൾ. ഇനി നമുക്ക് അടുത്തത് ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ സവോള വറുത്ത് വെച്ചത്. ഇത് നമുക്കൊന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ച് നമുക്കിതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ കറി ഒരു കാസറോളിലോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ഡെലീഷ്യസ് ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് സവോള വഴറ്റണം, അതാണ് ഇച്ചിരി ടൈം എടുക്കുന്നത്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ എന്ത് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.
അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.